വലപ്പാട് മണപ്പുറം കോംടെക് ആൻഡ് കൺസൾട്ടന്റ് ലിമിറ്റഡിൽ നടന്ന പരിശോധനയിൽ 80 ലക്ഷം രൂപയുടെ തട്ടിപ്പാണ് ആദ്യം കണ്ടെത്തുന്നത്. സ്ഥാപനത്തിലെ അസിസ്റ്റന്റ് ജനറൽ മാനേജറായ ധന്യ ഇതോടെ ദേഹാസ്വാസ്ഥ്യം പ്രകടിപ്പിച്ച് ഓഫീസിൽ നിന്ന് പോയി. പിന്നാലെ താമസിച്ചിരുന്ന വീടും പൂട്ടി സ്ഥലം വിട്ടു. ജൂലൈ 23-നാണ് ധന്യ 80 ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടത്തിയെന്ന് കാണിച്ച സ്ഥാപന അധികൃതർ വലപ്പാട് പോലീസിൽ പരാതി നൽകുന്നത്. വിശദമായി പരിശോധിച്ചപ്പോഴാണ് കൂടുതൽ തട്ടിപ്പുകൾ നടന്നെന്ന വിവരങ്ങൾ പുറത്തുവന്നത്. ഓൺലൈനായി വായ്പ നൽകുമ്പോൾ അത്രയും തുക ബന്ധുക്കളുടെ അക്കൗണ്ടിലേക്ക് നിക്ഷേപിച്ചായിരുന്നു തട്ടിപ്പ്. ഇത്തരത്തിൽ 20 കോടി രൂപയോളം തട്ടിയെടുത്തുവെന്നാണ് കണ്ടെത്തൽ. 5 വർഷമായി യുവതി തട്ടിപ്പ് നടത്തി വരികയായിരുന്നുവെന്ന് റൂറൽ പോലീസ് സൂപ്രണ്ട് നവനീത് ശർമ്മ പറഞ്ഞു. യുവതിയുടെ സാമ്പത്തിക ഇടപാടുകൾ പരിശോധിക്കുന്നുണ്ട്. എസ്പിയുടെ കീഴിൽ കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി VK രാജു, വലപ്പാട് SHO MK രമേശ് എന്നിവരടങ്ങുന്ന 7-അംഗ പ്രത്യേക സ്ക്വാഡാണ് അന്വേഷണത്തിനുള്ളത്. സംഭവശേഷം മുങ്ങിയ ധന്യ കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലെത്തി ഇന്ന് കീഴടങ്ങി. പിന്നീട് വലപ്പാട് പോലീസിന് ഇവരെ കൈമാറി. സ്ഥാപനത്തിലെ അസിസ്റ്റന്റ് ജനറൽ മാനേജറായിരുന്ന ധന്യ കോടികളുടെ വീടും സ്ഥലവുമാണ് വാങ്ങിയിട്ടുള്ളത്. ഓൺലൈൻ ട്രേഡിംഗും നടത്തിയിരുന്നു. സ്ഥാപനത്തിലെ മറ്റു ജീവനക്കാരുടെ യൂസർ ID ഉൾപ്പെടെ ഉപയോഗിച്ച് തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. മറ്റാർക്കെങ്കിലും തട്ടിപ്പിൽ പങ്കുണ്ടോ എന്ന് വ്യക്തമല്ല. വിശദമായി ധന്യയെ ചോദ്യം ചെയ്താലേ ഇക്കാര്യങ്ങളൊക്കെ വ്യക്തമാകും. ഭർത്താവിന്റെയും അമ്മയുടെയും അച്ഛന്റെയും മൊബൈൽ ഫോണുകൾ സ്വിച്ച് ഓഫ് ആണെന്ന് പോലീസ് പറഞ്ഞു. ഇവർ ഒളിവിലാണ്. കുടുംബാംഗങ്ങൾക്ക് തട്ടിപ്പിനെ കുറിച്ച് അറിയാമെന്നാണ് പോലീസ് നൽകുന്ന വിവരം. മാതൃഭൂമി ന്യൂസ്, തൃശൂർ, കൊല്ലം.